ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഈസ്റ്റർ ഒക്കെ അല്ലേ വരുന്നത്. അപ്പൊ ഇവരെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് പിടി ഉണ്ടാക്കി തിന്നണമെന്ന് പറഞ്ഞു. അപ്പൊ പിടി ഉണ്ടാക്കാനെ കൊണ്ട് നമ്മള് ഒരു 6 നാഴി അരിയുണ്ട്. അത് നമ്മൾ ഉണക്കനെല്ലിന്റെ അരിയാണ്. ഉണക്കനെല്ലിന്റെ അരിക്ക് പിടി ഉണ്ടാക്കുന്ന ഭയങ്കര രുചി. 2 തേങ്ങായും കൂടെ ചേർക്കണം, അത് വറക്കണം. അതൊരുമാതിരി നമ്മൾ ഈ അവലോസ് പൊടിക്ക് വറക്കുന്ന അത്രയും മൂക്കണ്ട, അതിന്റെ എളുപ്പമായിട്ട് നമ്മൾ വറുത്ത് കോരിയെടുക്കണം ഇത്. അപ്പൊ ഞാൻ ആ അതിന്റെ പൊടി വറുത്തോണ്ടിരിക്കുവാണ്. അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാവുന്നതാണ്, നിങ്ങളെ കൂടെ കാണിക്കാം. ശങ്കരൻ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ശങ്കരൻ പറയുന്നുണ്ട് ഇച്ചിരി പൈനാപ്പിളും ഇച്ചിരി വെള്ളവും കൂടെ അതിനകത്ത് ഒഴിച്ച് ഇളക്കാൻ നല്ല രുചിയാണെന്ന്. അപ്പൊ അതൊന്നും ചെയ്തില്ല. ശങ്കരൻ ഇവിടെ വഴക്കിട്ടിരിക്കുക എന്നോട്. ഈ തീയുടെ അവിടെ വന്ന് ശങ്കരൻ ഇത് ഇളക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കൈ കൊടുക്കാതിരിക്കുക. അപ്പൊ ശങ്കരൻ ഇവിടെ വഴക്കിട്ടിരിക്കുന്നത് നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് അടിച്ചു പിടിച്ച് കരിയും. അപ്പൊ നമ്മൾ ഈ അരി പൊടിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, പുട്ടിനെക്കാട്ടി ഒരു സ്വല്പം കൂടെ തരി വേണം ഈ അരി പൊടിക്കുമ്പോൾ, പിടിക്കുള്ള പൊടി. അപ്പൊ നമ്മളത് പൊടിച്ചു കൊണ്ടുവന്ന് 2 തേങ്ങയും കൂടെ ചുരണ്ടി ഇട്ടിട്ട് നമ്മളൊന്നെല്ലാം കൂടെ ഒന്ന് കൂട്ടി ഞെരടി ഒന്ന് കൂട്ടി ആ തേങ്ങയുടെ പാല് കൊണ്ട് ഈ അരിപ്പൊടി ഒന്ന് കുതിർന്നിട്ട് നമ്മളൊന്ന് പൊത്തി വെക്കണം. തല്ലി പൊത്തി വെച്ചിട്ട് 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പൊടി വറക്കാൻ പോകുന്നത്. അങ്ങനെ ഇത് പൊടി അല്ലെങ്കിൽ പൊടി വേറെയും കിടക്കും, തേങ്ങ വേറെയും കിടക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ഞെരടി വെച്ചിട്ടാണ് ഈ പൊടി വറക്കുന്നത്. ഞാൻ അങ്ങനെ വറുത്തോണ്ടിരിക്കുവാണ്. അപ്പൊ ഇത് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നെയായിരുന്നു. അവന് ഉച്ച വരെ ജോലി ഉണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞാണ് സ്കൂൾ അടച്ചിപ്പോ അവൻ വന്നതേ ഉള്ളൂ. അല്ലെ നിങ്ങളെ കൂടെ അതൊന്ന് കാണിക്കാനൊന്നുമല്ല, നിങ്ങൾ ഇതിങ്ങനെ ചെയ്താൽ മതി. അന്ന് അരി പൊടിച്ചിട്ട് ഇച്ചിരി തരി വേണം കേട്ടോ. പുട്ടിനെക്കാട്ടി സ്വല്പം തരി വേണമെന്ന് ഞാൻ പറഞ്ഞു. തരി ഇല്ലെങ്കിൽ ഇത് കലങ്ങിപ്പോവും. അപ്പൊ തരി ഇട്ട് നമ്മൾ തേങ്ങായും ഇട്ട് വറുത്തിട്ട് പാകത്തിന്, നമ്മൾ അവലോസ് പൊടിയുടെ മൂപ്പ് വേണ്ട, അതിൽ ഇച്ചിരിയുടെ എളുപ്പമായിട്ട് നമ്മൾ വറുത്ത് കോരി എടുത്തിട്ട് വേണം നമ്മൾ പിടി ഉണ്ടാക്കാനൊക്കെ ഉണ്ട് ഈ പൊടി വറുക്കുന്നത്. അപ്പൊ നമ്മൾ പിടിയുടെ പൊടിയൊക്കെ വറുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാറിയിട്ട് വേണം നമ്മൾ ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന് ചെയ്യാൻ. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിടി വെക്കുമ്പോഴേ നമുക്ക് കറി വേണമല്ലോ. അപ്പൊ ആ കറിക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകണം. പിടി തിന്നാൻ ഏറ്റവും നല്ലത്, പലർക്കും പല കറി ഇഷ്ടമുണ്ട്. പിന്നെ പോത്തുകറിയുണ്ട്, മീൻകറി കൂട്ടിപ്പിടി തിന്നുന്നവരുണ്ട്. ഇതിലൊക്കെ ഉഗ്രനായിട്ട് നല്ല നാടൻ കോഴി വറുത്തരച്ച്, തേങ്ങ വറുത്തരച്ച് ചാറ് പോലെ വെച്ചാൽ അതാണ് ഏറ്റവും നല്ലത് പിടി തിന്നാനുള്ളത്. പക്ഷെ ഇപ്പൊ നാടൻ കോഴി കിട്ടാനില്ല, എന്നും നാടൻ കോഴികളില്ല. അപ്പൊ നമ്മൾ മേടിച്ചേക്കുന്നത് മറ്റേ നമ്മൾ സാധാരണ ഇറച്ചിക്കോഴിയാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. അത് നല്ല അടിപൊളി കറിയാണ്. നമ്മൾ വാങ്ങിച്ച കോഴിയാന്ന് പറയത്തില്ല ഈ കറി കൂട്ടിയാൽ. ഇതിന് തേങ്ങ ഒന്നും വറുത്തരച്ച് ചേർത്തിട്ടില്ല, ബാക്കിയുള്ള സാധനങ്ങളാണ് ഇതിന് ചേർത്ത് വെച്ചത്. നല്ല അടിപൊളി കറിയാണ്. ആ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോഴത്തേക്ക് നമ്മുടെ പൊടി നന്നായിട്ട് തണുത്തിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് പിടി ഉണ്ടാക്കാനായിട്ട് വെള്ളം അടുത്ത് വെക്കാൻ, തിളപ്പിക്കാൻ. ഇനി തിളച്ച വെള്ളം വേണം. അപ്പൊ നമ്മൾ ഈ പിടി കുഴക്കാനും കൊണ്ട് നല്ല തിളച്ച വെള്ളം വേണം. ആറിയ വെള്ളം ഒന്നും പറ്റൂല കേട്ടോ, നല്ല കുടുകൂടെ തിളക്കണം. അപ്പൊ നമ്മളിത് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് തിളപ്പിക്കാനൊക്കെ ഉണ്ട്. അടുപ്പിക്കാൻ പോവാണ്. പിന്നെ ഇതിനൊരു കൂട്ടി ചേർക്കണമെന്നുണ്ട്. ഒരു ശകലം ഒരു 4 അല്ലി വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പൊടിയുടെ അനുസരിച്ച് നമുക്ക് എടുക്കാം. കൂടുതൽ പൊടി ഉണ്ടെങ്കിൽ കൂടുതൽ വെളുത്തുള്ളി എടുക്കാം, കുറച്ച് ഉണ്ടെങ്കിൽ നമുക്കിപ്പോ ആവശ്യത്തിന് ഈ വെളുത്തുള്ളിയുടെ കൂടെ കൂടി പോകരുത്. പിന്നെ നല്ലൊരു സ്വല്പം ജീരകവും കൂടെ, ഇത്ര ജീരകവും കൂടെ. നമ്മൾ എടുക്കാൻ എത്ര ഗ്ലാസ് പൊടിയാമേ? നമ്മൾ എടുത്തേക്കുന്നത് 5 നാഴിപ്പൊടി. 5 നാഴിപ്പൊടി. അത് മൊത്തം നമ്മൾ ഉണ്ടാക്കുവാണ്. അപ്പൊ അതിന് വേണ്ടി തന്നെ ഇത്രയും മതി. അപ്പൊ അളവ് കുറവാണെങ്കിൽ അതിന്റെ അനുസരിച്ച് ഇത്ര ജീരകവും കൂടെ വേണം. അത് നമ്മൾ കല്ലേ വെച്ച് നല്ല ചന്ദനം പോലെ അരച്ചെടുക്കണം. അപ്പൊ നമുക്ക് വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് ഇത് അരച്ചോണ്ട് വരാം. അപ്പൊ നമ്മളിത് ഇങ്ങനെ കല്ലിൽ നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കണം അല്ലേ അമ്മേ? അപ്പൊ ഇത് മിക്സിക്ക് അതൊന്നും നിങ്ങൾക്ക് അരച്ചെടുക്കാൻ പറ്റത്തില്ല അല്ലേ? ശകലമല്ലേ ഉള്ളൂ. അല്ലെ വല്ല ഇടികളിൽ ഇടിച്ചെടുക്കണം, എന്നാലും ഒരുപാട് ചൊവയാവരുത്. അപ്പൊ നമ്മുടെ പിടി ഇനി കുഴയ്ക്കാനായിട്ട് അമ്പാടിയും അമ്മയും അങ്ങനെ റെഡി ആയിട്ടിരിക്കുവാണ് അല്ലെ? അമ്പാടി എന്തിനു തുടങ്ങും? അമ്പാടി പിടി കുഴയ്ക്കാനാന്ന് പറ. അപ്പൊ നോക്കിയേ, നമുക്കിത് ഇത്രയാണ് കേട്ടോ അരച്ചതുള്ളൂ. വെളുത്തുള്ളിയും ജീരകവും കൂടി അരച്ച് ഇത്രയേ ഉള്ളൂ. ഇത് അതിന്റെ അകത്തേക്ക് ചേർക്കും അല്ലേ? നമ്മൾ പെരട്ടാൻ പോവാണ്. എന്നിട്ട് വേണം വെള്ളമൊക്കെ ചേർക്കാനായിട്ട് അല്ലേ? ഇച്ചിരി പണിയുണ്ട് ഇപ്പൊ. മതി, എടുക്ക. നമ്മൾ ഇതിനകത്ത് ഉപ്പൂടെ ചേർത്തിട്ട് ഇങ്ങനെ പൊടിക്കാതിട്ട് തിരുമാൻ പോവാണ്. ആണോ? അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അല്ലേ? ഉപ്പ് കുറച്ച് ചേർക്കാം നമുക്ക്. പിന്നെ വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഉപ്പ് വായി പോകും. അപ്പൊ അത് എത്ര ഉപ്പുണ്ട് അതും കൂടെ ഇതിനകത്ത് ഇങ്ങനെ തൂളിയിട്ട് നമ്മള് ഈ പുഴയുടെ കൂട്ട് തിരുമി കൂട്ടും. വെള്ളം തിളയ്ക്കുമ്പോ ശങ്കരന്റെ അഭ്യാസം ഇനി ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോഴാണ് ശങ്കരന്റെ അഭ്യാസം. ശങ്കര ചൂടുവെള്ളം ഒഴിക്കുമ്പോ ശങ്കര കുഴക്കണം കേട്ടോ. ശങ്കര കൈവെള്ളം പറയാം. കുഴയ്ക്കുവോ?
കൊള്ളത്തില്ല. നീ അങ്ങ് കുഴച്ചോ ചൂടുവെള്ളം ഒഴിച്ച്? പറ്റൂലെന്ന് പറയാ. ഇല്ലേ? മാമനാന്ന് പറ പിന്നെ കുഴക്കുന്നേ. ആണോ? മതി കൈയ്യടാ. അപ്പൊ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നമ്മൾ ഇനി കുഴക്കാൻ പോകും നമുക്കത് കാണാം. ആവി നല്ല ചൂടും ആവിയും ഉണ്ട് കേട്ടോ. നമുക്ക് കപ്പ് മുക്കി എടുക്കാൻ പറ്റത്തില്ല, അതുപോലെ ആവി പൊങ്ങി. അത്രയ്ക്ക് ചൂടിൽ വേണം ഇത് ഉണ്ടാക്കാനായിട്ട് അല്ലേ? ആദ്യമേ നമ്മള് ജീരകവും വെളുത്തുള്ളി അരച്ചതൊക്കെ മിക്സ് ചെയ്ത് ഉപ്പും മിക്സ് ചെയ്ത് വെച്ചതിലേക്കാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം അല്ലേ? കുഴച്ചെടുക്കുന്നത്. വെള്ളം ഒന്നും ആയില്ല കേട്ടോ. വെള്ളം ഇനി ഒത്തിരി വേണം അല്ലേ? കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുഴച്ചെടുക്കണം അല്ലേ? വെള്ളം കൂടിപ്പോയാ കൊളായിപ്പോ. കുളമാകും. വറുത്ത പൊടിയിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്നതനുസരിച്ച് കൂടി വരും ഇതിന്റെ അളവ് അല്ലേ? പൊടി ഇപ്പൊ വെള്ളം ഒഴിച്ച് കുതിർന്നപ്പോഴത്തേക്കും കൂടി പൊടി നേരത്തെ കല്ലല്ലേ? പിന്നെ പൊടിയും തേങ്ങയും ഒക്കെ ഉണങ്ങിയിരിക്കുമല്ലായിരുന്നോ? അത് കുതിരും അല്ലേ? നമ്മൾ തവി കൊണ്ടൊക്കെ കുറച്ചു നേരം കുഴച്ചു. പക്ഷെ ഇനി നമ്മൾ കൈ കൊണ്ടാട്ടോ കുഴക്കേണ്ടത്. അപ്പൊ പിടിക്ക് കുഴയ്ക്കുക എന്ന് പറയുന്നത് നല്ലൊരു ടാസ്ക് ആണ് ശരിക്കും പറഞ്ഞല്ലേ? എങ്ങനെ പായില്? കരപ്പായില്ലേ? അപ്പൊ ആ മേടിച്ചോണ്ട് വന്നിട്ട് തേച്ച് കഴുകി ഉണങ്ങിയിട്ട് ആ പായലിട്ടിട്ട് ഇങ്ങനെ കണ്ടത് ഇങ്ങനെയാണ് കാണിച്ചത്. നല്ല ചൂടുണ്ട് കൈക്ക്. എനിക്ക് അതുകൊണ്ടാണ് കുഴയ്ക്കാൻ ബുദ്ധിമുട്ട് കേട്ടോ. അപ്പൊ ഓരോ ഭക്ഷണത്തിന് പിന്നിൽ വലിയ അധ്വാനം ഉണ്ടെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഞാനൊന്ന് ചെയ്യുമ്പോഴത്തെ എന്റെ കൈയെ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് എനിക്ക്. മാർക്ക് ഞാൻ എടുക്കാം. കണ്ട ഇങ്ങനെ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കണം. അത് ചൂടോടുകൂടി കുഴക്കണം. ചൂട് പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് പക്ഷെ പൊള്ളുന്നതുകൊണ്ട് ഭയങ്കര പാട്. അപ്പം ഞാൻ ക്യാമറ ഒരു കൈ പിടിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. അപ്പം എന്തായാലും ക്യാമറയൊക്കെ മാറ്റി വെച്ച് ഞാനിത് നന്നായിട്ട് കുഴച്ച് പരുവാക്കിയതിന് ശേഷം കാണിക്കാം അല്ലേ അമ്മേ? എന്നാ വാ ഞാനും വാ. അപ്പൊ ഒരാളോട് കുഴക്കും. വാ ഓടി വാ. തമ്പൊക്കെ ഇവിടെ ഉണ്ട്. വാ ഒന്ന് കുഴച്ച് അമ്പാടി. അമ്പാടി കുഴക്കണമൊക്കെയാണ്. അമ്പാടി കുഴക്കാൻ പടി. ഇതേ കണ്ടോ ഇങ്ങനെ കൈകൊണ്ട് കുഴക്കണം കണ്ടോ? അമ്പാടി റെഡിയാണോ കുഴക്കാനായിട്ട്? വാ. എന്നാ കുഴച്ചോ. ചൂടൊന്നും ഇല്ല. അതെ കണ്ടോ ഞാൻ കുഴക്കണ കണ്ടോ? ചൂടില്ലടാ കുഴക്കടാ. കണ്ടോ കമ്പൂര് കുഴക്കണ കണ്ടോ? ചൂടുണ്ടോ? എന്നാ നീ പൊക്കോ. എടാ കുഴക്കടാ അമ്പാടി. എടാ ഇങ്ങനെ കുഴക്കട്ടെ കൈ കൊണ്ട്. ഇങ്ങനെ കുഴക്കേ. ആണോ? മിണ്ടായിരിക്കും അമ്പാടി. അപ്പൊ ഇത് കൈ കൊണ്ട് കുഴക്കാനായിട്ട് നമുക്ക് പാടാണെങ്കിൽ കണ്ടോ ഇതുപോലെ നമ്മുടെ തവി അങ്ങ് പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കുഴച്ചെടുക്കാം. ഇതിപ്പോ ഞാൻ കണ്ടുപിടിച്ച മൊത്തത്തിൽ എടുക്കണേ. ഇങ്ങനെ കുഴക്കമ്പാടി. അമ്പാടി കുഴക്കടാ. അമ്പാടിയിലെ വാർക്കപ്പണിക്കുന്നില്ല തല്ലുന്ന പോലുണ്ട്. അമ്പാടി ഇത് എന്നാ അമ്പാടി കാണിക്കണേ? ചപ്പാത്തി. കൊച്ചു കാണുമ്പോ ചപ്പാത്തി ഇങ്ങനെയാണല്ലോ കുഴക്കണേ. അമ്മയുടെ കയ്യത്തല്ലാതെ അപ്പൊ നമ്മളിത് പിടി ഉരുട്ടുവാട്ടോ. നമ്മളിത് നമ്മുടെ മുഴുവൻ പിടീനെ നമ്മൾ ഇങ്ങനെ വലിയ ബോൾസുകളാക്കി വെച്ചു. ഇത് കണ്ടപ്പോ അമ്പാടി ചോദിക്കുവാണ് ഇത് എന്നാന്ന് അമ്പാടി ചോദിച്ചേ? ഇതെന്നാന്ന്? വാട്ടർമെലനാണ്, തണ്ണിമത്തനാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ ഇനി എടുത്തിട്ട് സാധാരണ ഞങ്ങളൊക്കെ പണ്ട് ചെയ്യണ എങ്ങനെയാണെന്ന് അറിയാം. ഞങ്ങൾ പിടിയൊക്കെ ഉരുട്ടാൻ നേരത്ത് ഇങ്ങനെ കുഞ്ഞു ഇങ്ങനെ ആക്കൂലേ? ഇങ്ങനെ നീളത്തിലാക്കും ഞങ്ങള്. എന്നിട്ട് അതിന്റെ അകത്ത് ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് ഉരുട്ടും.
ഉരുട്ടി നമ്മളിത് ഈ ഒരു പരുവത്തിൽ കണ്ടോ ഇങ്ങനെ ഒരു ബോളുകളാക്കി നമ്മൾ ഇതിന്റെ അകത്തേക്ക് മൊത്തം വെച്ചോണ്ടിരിക്കുവാണ്. അപ്പൊ ഇത് മുഴുവൻ നമുക്കിങ്ങനെ ബോൾ പിടിക്കണം എന്നുള്ള ഒന്നാമത്തെ കാര്യം. അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യം കുഴച്ച നമ്മുടെ ഉരുളിയില്ലേ, ആ ഉരുളിയിൽ നമ്മളിത് വെള്ളം അടുപ്പേ വെച്ചിട്ടുണ്ട്, തീ കത്തിച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്യാം. അപ്പൊ ആ ഉരുളിക്കകത്ത് നമ്മൾ ആവശ്യത്തിന് വെള്ളം അടുപ്പേ വെക്കുന്നുണ്ട്. ഈ അമ്പാടി ഇങ്ങനെ ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നതുകൊണ്ടേ എല്ലാം അമ്പാടിക്ക് ചെയ്യണം. അമ്പാടിക്ക് ഇപ്പൊ എന്നാ വേണ്ട, ഉരുണ്ടല്ലോ എന്നാ കയ്യിലിട്ട് ഉരുട്ടിക്കുന്ന. അങ്ങോട്ടിടാനല്ല പറഞ്ഞത്, ഇങ്ങനെ കൈ വെച്ച് ഉരുട്ടാൻ. എന്നാ ഇങ്ങനെ ഉരുട്ട്. എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ അകത്തേക്ക് ഇട്. വെരി ഗുഡ്. എന്നാ അടുത്ത ഉരുട്ടിക്ക് ഉരുട്ട്. അപ്പൊ എല്ലാരും കൂടി പണ്ട് ഇങ്ങനെ ഉരുട്ടുമ്പോ എല്ലാരും കൂടി ഇങ്ങനെ വട്ടത്തിൽ ഇരുന്നിട്ടാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, പിടി ഉരുട്ടുന്നത്. അപ്പൊ നമ്മള് അത് തന്നെ. ഇത് കഴിക്കാനാണോ? എങ്ങനെ കഴിക്കൂ ഇത്? എല്ലാരും ചോദിച്ചേ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാടാ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം പറയണം? ലൈക്ക് ചെയ്യണം, കമന്റും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണ്ടേ? ചെയ്യണം എന്ന് പറയണം. ഓക്കെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. മുഴുവൻ നമുക്ക് ഈ ബോൾ ഉരുട്ടുന്ന സമയത്ത് നമ്മുടെ വെള്ളം തിളയ്ക്കണം. തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ 2 പരിപാടി ഒന്നിച്ച് നടക്കുന്നുണ്ട്. പിടിയുടെ ഉണ്ടയൊക്കെ നമ്മളിത് അങ്ങനെ ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുഴുവൻ നമ്മൾ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഒപ്പം നമ്മുടെ അടുപ്പിൽ നമ്മുടെ ഉരുളിക്കകത്ത് നമ്മൾ ആ പൊടി കുഴച്ച അതേ ഉരുളിക്കകത്ത് തന്നെ നമ്മൾ വെള്ളം വെച്ച് തിളപ്പിച്ചോണ്ടിരിക്കും. ഈ വെള്ളം നന്നായിട്ട് കുടുകുടാൻ തിളയ്ക്കണം. അപ്പൊ നമ്മുടെ അതേ പിടിയുടെ ഉണ്ടയെല്ലാം നമ്മൾ ഉരുട്ടി അവിടെ ഒരു പാത്രം നിറച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ വെള്ളം ഉരുളിക്കകത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട്. അത് നല്ല പോലെ കുടുകൂടെ തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോഴാണ് ഇത് വാരി അങ്ങോട്ട് ഇടുന്നത് നമ്മള്. അപ്പൊ അത് നമ്മൾ ഉപ്പ് നേരത്തെ വെള്ളത്തിനകത്ത് സ്വല്പം ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് പൊടിക്കകത്ത് നമ്മൾ ഉപ്പിട്ടതായിരുന്നു. എന്നാൽ നമ്മൾ ഇതിന്റെ വെള്ളത്തിനകത്ത് ഒരു ശകലം ഉപ്പിടണം. ഉപ്പിട്ടിട്ടാണ് നമ്മളിത് തിളപ്പിക്കുന്നത്. പിന്നെ അതുപോലൊരു കാര്യമാണ്, നമ്മൾ ഇതേപോലെ ശകലം കുഴച്ചത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയും നമ്മളത് ഈ വെള്ളത്തിനകത്ത് കലക്കി ചൂടുവെള്ളത്തിനകത്ത്. ഒരു കാര്യമുണ്ട്, ഈ വെള്ളത്തിന്റെ അകത്തേക്ക് ആദ്യം ഇട്ടതാണ് ഇത് കലക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് കാണിക്കാന്ന് വെച്ച് എടുത്ത് മാറ്റി വെച്ചാണ്. അതാണ് തേങ്ങാപ്പീര കിടക്കുന്നത്. അപ്പൊ ഇത്രയും വെള്ളത്തിലേക്ക് ഇതിട്ടിട്ട് തിളച്ച് കഴിയുമ്പോ വെള്ളം കുറവാണ്, ഇതുകൂടെ ഒഴിക്കും. അപ്പൊ ഇത് നമ്മൾ കലക്കണം. ഇത് വെള്ളത്തിൽ കലക്കണം. അപ്പൊ ഇതൊക്കെ നമുക്ക് കാണാം കേട്ടോ, എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മുടെ അടുപ്പിലിരിക്കുന്ന വെള്ളം നന്നായിട്ട് തിളക്കട്ടെ അല്ലെ? ഇതിങ്ങനെ കലക്കണം. വെള്ളം കുറച്ചും കൂടെ വേണോ? വേണ്ട അല്ലേ? വെള്ളം ഉരുളിയിലുണ്ട്. ഉരുളി വെള്ളം ഉണ്ടല്ലോ അല്ലെ? അപ്പൊ ഈ പിടി ഉണ്ടാക്കുന്ന ഈസ്റ്ററിന് ഉണ്ടാക്കുവാണ്. ഈസ്റ്റർ 2 ദിവസം ഉണ്ട്. പക്ഷെ ഇവിടെ പിള്ളേർ 2 ദിവസം കഴിയുമ്പോൾ അവർ പോവും. അപ്പൊ അവർക്ക് ഇച്ചിരി പിടി ഉണ്ടാക്കി തിന്നണമെന്ന് പറഞ്ഞിട്ട് അവരുടെ അവിടെ ഒന്നും ഇതില്ല. അപ്പൊ അത് എനിക്ക് വയ്യായെങ്കിലും അത് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാവുന്ന ഓർത്താണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് മാത്രം പോലെ ലൈക്കും കമന്റും ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. കഴിഞ്ഞിട്ടില്ല, വെള്ളം ഇങ്ങനെ തിളച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ വെള്ളം തിളക്കുമ്പോ ഇപ്പൊ ഇത് വാരി അങ്ങ് ഇടും. നമ്മൾ വാരി നിരത്തി ഇടണം. ഇത് അത് നമുക്ക് കാണാം അതെങ്ങനെയാണെന്ന്. അപ്പൊ അതേ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ ഉരുട്ടി വെച്ചേക്കുന്ന പിടി ഇതിലോട്ട് പിറക്കി ഇടാൻ പോവുകയാണ്. കുറഞ്ഞിടരുത്, കുറഞ്ഞിട്ടാ കൂടിപ്പോവും. ഒന്നിച്ച് കിടക്കണം, ഇങ്ങനെ നിരന്ന് കിടക്കണം. അതെങ്ങനെ വെള്ളം തെറിക്കുകയും ചെയ്യും. പിന്നെ ഒന്നിച്ച് കൂടിയും കിടക്കും. നമ്മൾ നിരത്തി കൊടുക്കണം അല്ലേ? ഇങ്ങനെ ഇടുമ്പോ ഓരോന്ന് ഒന്നിലൊന്ന് തൊടാതെ നിരന്നോളും അല്ലേ? എന്നാലും കൊറേയൊക്കെ മുകളിലാകും അടുത്ത സെക്ഷൻ ഇടുമ്പോഴത്തേക്കും അല്ലേ? കുറച്ചൊക്കെ പൊട്ടും. ഉണ്ട ഉണ്ടാക്കുമ്പോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒത്തിരി വലിപ്പം കൂടിയും പോകരുത്. നമ്മളുണ്ടാക്കിയ വലിപ്പമാണ്, ഇത്തിരി വലിപ്പം കൂടി. കാരണം ഇവിടെ കാഫിയും എല്ലാം കൂടി ഉരുട്ടിക്കൊണ്ട് പലരും ഉരുട്ടിക്കൊണ്ട് കുറച്ച് വലിപ്പം, പിന്നെ തമ്പും അമ്പാടിയും ഒക്കെ ഉരുട്ടാനായിട്ടാണ്. അപ്പൊ അമ്പാടി എന്നാ വെച്ചാൽ ഓരോന്ന് ഉരുട്ടിയിട്ട് ഞെക്കിപ്പിച്ചും കൂടി ഇടുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ ചില കാര്യങ്ങളുണ്ട്. അല്ല, അവര് കണ്ടിട്ടില്ല. അപ്പൊ അവർക്കൊരു ആവേശം പിള്ളേർക്ക്. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇത് ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോ പിള്ളേർ നാളത്തെ കഴിഞ്ഞ് പോവും. പക്ഷെ ഇത് ഉണ്ടാക്കാനുള്ള ആവേശം അവർക്കുണ്ട്, അവർ കഴിക്കില്ല. ഇന്നലെ പെസഹാപ്പം ഉണ്ടാക്കിയിട്ട് അവർ തിന്നില്ല. ഒരു കാര്യം പറയാം, പെസഹാപ്പത്തിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ പെസഹ കഴിഞ്ഞെങ്കിലും നിങ്ങൾ പെസഹാപ്പത്തിന്റെ വീഡിയോ കാണണം കേട്ടോ. പെസഹാപ്പം പാലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലുള്ളത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ സ്ഥിരം പെസഹാപ്പം ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ വീഡിയോ കാണാൻ മറക്കരുതേ അല്ലേ? ഇന്നിപ്പോ പള്ളിയിലൊക്കെ പെസഹയുടെ പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഇവിടുന്ന് കേക്കാം.
അപ്പൊ ഇനി മൊത്തം ഒരു കാര്യം നമുക്ക് ഇങ്ങനെ എടുത്തിടാം അല്ലേ? ഇങ്ങോട്ടൊന്ന് പിറകെ ഇടാം. അപ്പൊ അങ്ങനെ നമ്മൾ ഏതാണ്ട് മുഴുവൻ ഉണ്ടേം കണ്ടോ ഇങ്ങനെ പിറക്കി ഇട്ടു അല്ലേ? പിറകെ ഇട്ടു. പിന്നെ നല്ല പോലെ തിളയ്ക്കണം കിടന്നു. ഇനി ഇങ്ങനെ നമ്മൾ വേറെ കാര്യം ഇത് ഇളക്കി ഇളക്കൊന്നും ചെയ്യരുത്. ഇങ്ങനെ കിടന്ന് ഒരു സൈഡ് വേവണം അല്ലേ? എന്നിട്ട് പിന്നെ പതുക്കെ നമ്മൾ മറിക്കുന്നത്. പതുക്കെ നമ്മൾ മറിക്കണം. അതൊക്കെ നമ്മൾ കാണിക്കാം. അപ്പൊ ഇങ്ങനെ ഇനി അടച്ചൊന്നും വെക്കൊന്നും വേണ്ട. അടയ്ക്കൂല, അടയ്ക്കത്തില്ല. അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെന്ത് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അല്ലേ? അല്ലെങ്കിലും പിടി ആരും അടയ്ക്കൂല. നമ്മുടെ പിടിക്ക് ചെറുതായിട്ട് തിള വന്നു തുടങ്ങി. എന്നാലും നന്നായിട്ട് തിളച്ചിട്ടില്ല കേട്ടോ. പിന്നെ മറ്റൊന്ന്, ചിലർ ഇതിന്റെ അകത്ത് ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പിലയുടെ മുളി വെതറി കൊടുക്കാറുണ്ട് ചില ആൾക്കാർ അല്ലേ? കുറച്ച് കറിവേപ്പില ഇടാറുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണേ അങ്ങനെ ചെയ്യാം. പക്ഷെ ഞങ്ങള് അങ്ങനെ കറിവേപ്പില ഇടാറില്ല അല്ലേ? നമ്മൾ അങ്ങനെ ഇടാറില്ല. അപ്പൊ ഈ തിള വന്നേ ഉള്ളൂ. നന്നായിട്ട് തിളക്കട്ടെ അല്ലെ? തിളച്ച് വേവണം അല്ലേ? നമുക്ക് നല്ലപോലെ തിളയ്ക്കുമ്പോ ഒന്ന് മറിച്ചിടണം പതുക്കെ. അത് മറിച്ചിടുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് മറിച്ചിടുന്നത്. അപ്പൊ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇത് പതുക്കെ ഇങ്ങനെ ഒന്ന് മറിക്കാൻ ചെയ്യും. നമ്മുടെ ഉണ്ടയൊന്നും ഇതുവരെ അങ്ങനെ പൊട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ വെള്ളം ചേർക്കുന്ന എപ്പോഴാണ്? വെള്ളം ചേർന്ന് കുറച്ചുകൂടെ തിളച്ചിട്ടാ. ഇപ്പൊ ചേർക്കത്തില്ല, പെട്ടെന്ന് കൊഴുപ്പാവും. ഉണ്ട വേവില്ല. അപ്പൊ നമ്മൾ കലക്കി വെച്ച സാധനം ഇപ്പോഴേ ചേർക്കരുത്. ചേർത്താൽ കൊഴുപ്പ് കൂടി പോയിട്ട് അല്ലേ വെള്ളം പറ്റും. അപ്പൊ ഉണ്ട വേവാതെ വരും. ഏതാണ്ട് നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് അനക്കി തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട് അല്ലേ? നല്ല ടേസ്റ്റ് ഉള്ള ഒരു പലഹാരമാണ് കേട്ടോ. നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കാനായിട്ട് ഒരാൾക്ക് തന്നെ ഉണ്ടാക്കാൻ ഇച്ചിരി പാടൊക്കെയാണ് കാര്യം പറഞ്ഞത് ഇതല്ലേ? പിന്നെ അരിയൊക്കെ മില്ലി പൊടിക്കും, മില്ലി പൊടിക്കുകയും ചെയ്യും, വറുത്തും തരും. പക്ഷെ നമ്മൾ തന്നെയാണ് വറുത്തത്. എപ്പോഴും നമ്മൾ മില്ലിൽ വറക്കണേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് നമ്മുടെ അടുപ്പിൽ തന്നെ വറുത്തെടുക്കണം അല്ലേ? ഇവര് പറഞ്ഞ എന്നോട് മില്ലി വറക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ വറുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വറുത്ത. എനിക്ക് അങ്ങനെ മില്ലി പൊടി, നമ്മളിപ്പോ നിവൃത്തിയില്ലാത്ത മില്ലിൽ അരിയും പൊടിക്കുന്നത്. പിടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, ഇവിടുത്തെയൊക്കെ ഒരു അതായത് ക്രിസ്ത്യൻസിന്റെ ഒരു പ്രധാനപ്പെട്ട ആഹാരമാണ് നമ്മുടെ നാട്ടിലല്ലേ? ഇപ്പൊ എല്ലാരും ഉണ്ടാക്കും. പണ്ട് കാലത്തൊക്കെ നമ്മുടെ ക്രിസ്ത്യൻസിന്റെ ഒരു ആഘോഷം, ക്രിസ്മസ് വന്നാലും ഈസ്റ്റർ വന്നാലും അല്ലെ, ഒക്കെ ഉണ്ടാക്കുന്ന ഒരു മെയിൻ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു പലഹാരമാണ് ഈ പിടി നാടൻ കോഴിക്കറി. കാരണം അന്ന് നാടൻ കോഴി ഉള്ളു, ബ്രോയിലർ കോഴി ഇല്ല അല്ലെ? പിന്നെ അല്ലെ പിടിയും പോത്തിറച്ചിയും നല്ല അല്ലെ, വറുത്തരച്ചത് അല്ലെ? പക്ഷെ പിടിയും ഈ നമ്മുടെ ബ്രോയിലർ കോഴി ഒന്നും അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല. അത് വേറൊരു സത്യം അല്ലെ? ഒന്നില് പോത്തിറച്ചി അല്ലെങ്കിൽ നാടൻ കോഴിയാണ് ഇതിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. തേങ്ങ വറുത്തരച്ച കറി. അതിന്റെ ചാറിനാണ് ടേസ്റ്റ്. ഇത് നല്ല ഗ്രേവി ആയിട്ട് ഉണ്ടാക്കിയിട്ടാണ് കഴിക്കുന്നത്. നാടൻ കോഴിയാ. നാടൻ കോഴിയാണ്. അതായത് അത് നിങ്ങൾക്ക് അറിയാവോന്ന് അറിയത്തില്ല, നമ്മുടെ പിറവത്ത് വലിയ പള്ളിയുണ്ട്, പിറവം പള്ളി അല്ലെ? നമ്മുടെ പിറവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പള്ളികളിലും 12 പൈതങ്ങളുടെ നേർച്ചയുണ്ട് ഈസ്റ്ററിന്റെ അന്ന്. അപ്പൊ അത് ഈസ്റ്ററിന്റെ കുർബാനയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയുണ്ടോ മേന്? ചോറ് വേണം, പിടി വേണം, ചെതുമ്പലുള്ള മീൻ വേണം, മീൻകറി വേണം, പിന്നെ നമ്മള് കോഴി വറുത്തരച്ച കോഴിക്കറി, നാടൻ കോഴിയുടെ കറി വേണം, നെയ്യപ്പം വേണം, പഴം വേണം. ഇത്ര സാധനം. പഴം 3 എണ്ണം വെക്കണം, നെയ്യപ്പം 3 എണ്ണം വെക്കണം. അങ്ങനെയാണ് എല്ലാം 3 എണ്ണം വീതാ വെക്കുന്നല്ലേ? ദൂഷനിലിട്ട് വിളമ്പും. നമുക്ക് പറ്റുവാണെങ്കിൽ ഈ പ്രാവശ്യത്തെ ഇതിന് നമുക്ക് ഈസ്റ്ററിന് നമുക്ക് 2 പേർക്കൊണ്ട് പോകാം കേട്ടോ. ഇവരെ കൊണ്ട് പോകാം. 12 പൈതങ്ങളുടെ നേർച്ചയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. അത് ആൺകുട്ടികൾക്കാണ് 12 വയസ്സിൽ താഴെയുള്ള അല്ലേ മേ? അല്ല 12 വയസ്സ് പിള്ളേരായിരിക്കുന്നത്. പെൺപിള്ളേർക്കില്ല, ആൺകുട്ടികളാണ് ഇരിക്കുന്നത്, നേർച്ചയ്ക്ക് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 12 ശിഷ്യന്മാരുമായിട്ട് ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ഒരു നേർച്ചയാണത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാനൊക്കെ ഇഷ്ടംപോലെ നേർച്ചയ്ക്ക് പോയിരുന്നിട്ടുണ്ട് കേട്ടോ. നേർച്ച വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. അതൊരു ഒരു കസ്റ്റമാണ്. അതൊരു എന്താ പറയുക, ഒരു ഭക്തിയുടേതായിട്ടുള്ള ഒരു രീതിയാണ് നേർച്ചയ്ക്ക് ഇരിക്കുക എന്ന് പറയുന്നതും പോകുന്നതും ഒക്കെ ആയിട്ട്. അപ്പൊ അതിന്റെയൊക്കെ പിന്നിൽ കുറെ കഥകളുണ്ട് കേട്ടോ. ഒക്കെ പിന്നീട് പറയാം. പറ്റുവാണെങ്കിൽ ഈ പ്രാവശ്യം നേർച്ചയ്ക്ക് നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ മേ? ജസ്റ്റ് ഒന്ന് കാണാനായിട്ട്. നമുക്ക് കിട്ടത്തില്ല. ശങ്കരനെ കൊണ്ട് പോയി നേർച്ച വാങ്ങിക്കാൻ. ശങ്കരനും തമ്പൂനും ഇരിക്കാറ് നേർച്ച അല്ലേ? പക്ഷെ എന്തായാലും നമുക്ക് അവര് പോകുന്നതുകൊണ്ട് നമുക്ക് കാണാൻ വേണമെങ്കിൽ പോകാം അല്ലേ? നമ്മളൊരു സ്വല്പം കുഴച്ച അത് മാവ് നമ്മൾ വെച്ചിരുന്നു, അതാണ് നമ്മൾ കലക്കിയിട്ടുണ്ട്. അതുകൂടെ നമ്മൾ ഇതിനകത്ത് അങ്ങ് ഒഴിക്കാൻ പോവാണ്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വാങ്ങി വെക്കുമ്പോ അല്ലെങ്കിൽ ഇതിപ്പോ നല്ല വാങ്ങുമ്പോ നല്ല കട്ടിയായിട്ടിരിക്കും. കണ്ടോ, നമ്മുടെ ഉണ്ടയൊന്നും അങ്ങനെ പൊട്ടിയിട്ടില്ല. പക്ഷെ കുറെ ഉണ്ടയൊക്കെ പൊട്ടും.
ഒട്ടുമല്ല, കുറച്ച് ഉടയും. ഉടയും. പിന്നെ ഇതിന്റെ കുഴയില് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നന്നായിട്ട് കുഴയ്ക്കണം. ഇപ്പൊ അമ്മയ്ക്ക് കൈകൊണ്ട് കുഴയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനല്ലേ കുഴയ്ക്കുന്നത്. എന്റെ കുഴയൊന്നും അത്രയും ഏറ്റില്ല. നന്നായിട്ട് കുഴച്ചെടുക്കണം, നന്നായിട്ട്. എനിക്ക് കയ്യിൽ ചൂട് പറ്റിയിട്ട് ഇത് കണ്ടില്ലേ, കൈ ഇപ്പൊ തന്നെ ചുമന്ന് ചൂട് പറ്റിയിട്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കാണെങ്കിൽ ഭയങ്കര പാടായിരുന്നു കുഴയ്ക്കാനായിട്ട്. അമ്മയ്ക്ക് കൈക്ക് വേദന. അമ്മ നന്നായിട്ട് കുഴയ്ക്കുമായിരുന്നത് കാര്യം പറഞ്ഞാല്. അപ്പൊ നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇത് കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് നല്ലതാണ് അല്ലേ. ഇനി നമ്മൾ ഈ പിടി വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചരുവങ്ങളിൽ കോരി വെക്കും. സ്റ്റീൽ ചരുവങ്ങളിലൊക്കെ വട്ടക്കാലത്തിലൊക്കെ കോരി വെക്കും. അപ്പൊ എന്നാ ചെയ്ത് കട്ടിയായിട്ടിരിക്കും. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുന്ന രീതി കഴിക്കും. പക്ഷെ നമ്മൾ കടയിലൊക്കെ പിടി എന്ന് പറഞ്ഞ് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ലൂസായിട്ടാണ് കിട്ടുന്നത് പിടി. ഇതുപോലെ അല്ലേ, ജ്യൂസി ടൈപ്പിലാണ് കിട്ടുന്നത്. അതിന്റെ പ്രത്യേകിച്ച് അത് പച്ചരിയും കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ നമ്മുടെ ഉണക്കലരിക്ക് ആകുമ്പോൾ വേറെ ടേസ്റ്റാ. നെല്ല് കുത്തി അരിയ, അപ്പൊ അതിന് വേറെ ടേസ്റ്റ് ആണ്. രുചി അതിനാണ്. പക്ഷെ വേറൊരു കാര്യം ഉണ്ടമ്മേ, ഈ പച്ചരിയുടെ പിടി ഇങ്ങനെ കുഴഞ്ഞിരിക്കും നന്നായിട്ട്. എല്ലാ ആളുകൾക്കൊക്കെ അറിയാവുന്നത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അങ്ങനെ ഇച്ചിരി വെള്ളം പോലെ ഇരിക്കുന്ന പിടിയാണ് അറിയാവുന്നത്. പക്ഷെ ഇത് അങ്ങനെ വെള്ളം പോലെ അല്ല കേട്ടോ ഇരിക്കുന്നത്. ഈ പിടി നമ്മളിങ്ങനെ കോരി വട്ടക്കലങ്ങൾക്കകത്തൊക്കെ ഇങ്ങനെ അങ്ങ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് അങ്ങ് കട്ടിയാവും കുറച്ച് അല്ലേ. ഒത്തിരി അങ്ങ് കട്ടിയാവും, ഒരു പ്രത്യേക രീതിയിൽ കട്ടിയാവും. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടാണ് വിളമ്പി എടുക്കുക ചെയ്യുന്നത്. കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുക ചെയ്യുന്നത് അതിൻ്റെ അകത്ത്. അപ്പൊ നമ്മുടെ പിടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ വാങ്ങി വെക്കാൻ പോവാ. വാങ്ങണമെങ്കിൽ ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് ചെല്ലണം വാങ്ങാനായിട്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് രാത്രി മാത്രമല്ല കഴിക്കുന്നത്. ഈ പിടി നാളെ കഴിഞ്ഞോ ഒക്കെ ഇരുന്നോളും അല്ലേ. ഇത് 2-3 ദിവസത്തേക്ക് ഒരിക്കലും കേടാവത്തില്ല അല്ലേ അമ്മേ. കേടാവാതിരിക്കുന്ന ഒരു പലഹാരമാണ് ഈ ഒരു പിടി എന്ന് പറഞ്ഞ ഈസ്റ്ററിന്റെ. അപ്പൊ നമ്മുടെ ഈസ്റ്ററിന്റെ ഈ പിടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് അല്ലേ അമ്മേ. ആണോ? അങ്ങനെ നമ്മുടെ പിടി നമ്മൾ വേവിച്ച് വാങ്ങുന്ന സമയത്ത് കഴിക്കുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും കേട്ടോ പിടി ഇരിക്കുന്നത്. ഇച്ചിരി ലൂസായിട്ട് കുറച്ച് ജ്യൂസി ടൈപ്പും ഉണ്ടയൊക്കെ കൂടെ കൂടിയിട്ട് ഈ ഒരു രീതിയിലാണ് പിടി ഇരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഇറച്ചിക്കറിയൊക്കെ കൂട്ടി നമുക്ക് ഇതിങ്ങനെ കഴിക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ ഈ വട്ടക്കലത്തിനകത്തൊക്കെ ഇത് കോരി വയ്ക്കുക. ആറി കഴിഞ്ഞാൽ പിന്നെ ഇത് വിളമ്പി എടുക്കാൻ ഭയങ്കര പാടാണ്. നമുക്ക് പാടല്ല, ഇങ്ങനെ നമുക്ക് സെറ്റ് ആവും. ഇതിപ്പോ ഇതിനകത്ത് സെറ്റ് ആവും ഇപ്പൊ തന്നെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുഞ്ഞു പാത്രങ്ങളിലേക്ക് മാറ്റണം. ഇതുപോലത്തെ സ്റ്റീലിന്റെ ചരുവത്തിലേക്കൊക്കെ മാറ്റി വാങ്ങി വെക്കാം. ഇതിപ്പോ നമ്മൾ ഇതുണ്ടോ കലക്കി ഒഴിച്ച ചരുവാണ്. ഇതുപോലത്തെ ചരുവത്തിലൊക്കെ നമുക്ക് കോരി വേണേ ഒഴിച്ചു വെക്കാം. ഇങ്ങനെ ഓരോ പാത്രങ്ങളാക്കി നമ്മൾ മാറ്റി വെക്കും. ഇനി അടുത്ത പാത്രത്തിൽ ഒഴിക്കാൻ പോവാണ്. ഞാൻ കോരാമേ. ഞാനിങ്ങനെ ക്യാമറ പിടിച്ചോണ്ട് കോരാനായിട്ട് ആണോ? നാളെ ഇത് കണ്ടിച്ചെടുക്കണം. കണ്ടിച്ചെന്ന് നമ്മുടെ റൈസ് കട്ടർ, നമ്മൾ ചോറ് കോരണ തവി ഉണ്ടല്ലോ, ആ തവിയും കൊണ്ട് നമുക്ക് ഇങ്ങനെ സ്റ്റീലിന്റെ തവിയില്ലേ അതുകൊണ്ടല്ല, അതുകൊണ്ട് പൂളി നമ്മൾ നാളെ ആകുമ്പോഴത്തേക്ക് ഇത് എടുക്കുക ചെയ്യുന്നത്. ഇന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കഴിക്കാം. നാളെ ആകുമ്പോ ഇതിന് ടേസ്റ്റിനൊക്കെ ചെറിയൊരു മാറ്റം വരും. കൂടുതൽ നമ്മൾ കടയിൽ വാങ്ങിക്കുന്ന പിടി ഈ രീതിയിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് കടയിലെ പിടി. വിളമ്പിയിട്ട് ബാക്കി നമുക്ക് എടുത്തു വെക്കാം അല്ലേ. നമ്മുടെ പിടിയും അതോടൊപ്പം തന്നെ നമ്മുടെ കോഴിക്കറിയും കൂടെ നമ്മളിത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോ എന്താണല്ലോ ആദ്യം നമ്മൾ എടുത്തിട്ട് ശങ്കരന് നമ്മൾ കുറച്ച് വിളമ്പി കൊടുത്തു. ഇത് പിന്നെ ചാച്ചന് നമ്മൾ വിളമ്പിയതാണ് കേട്ടോ. അപ്പൊ അച്ഛനും കൂടെ ഇപ്പൊ കൊടുത്തതിന് ശേഷം ഞാനും അമ്മയൊക്കെ ഇപ്പൊ കഴിക്കുന്നില്ല. ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ചൂടിന്റെ അകത്ത് ഇത്രയും സമയം ഇരുന്നത് കൊണ്ടല്ലേ അമ്മേ നല്ല വിഷമം. ഇത്രയും നേരം ഞങ്ങൾ ചൂടിന്റെ അകത്തിരുന്ന് പിന്നെ അച്ഛനൊക്കെ TV കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. സീരിയലൊക്കെ കണ്ട് ബിഗ് ബോസ് ഒക്കെ കണ്ടോണ്ടിരിക്കുവാണ്. അപ്പൊ ബിഗ് ബോസ് തുടങ്ങിയില്ല അല്ലേ? ഇല്ല, സീരിയലൊക്കെ കണ്ടോണ്ടിരിക്കുവാണ്. അപ്പൊ അന്നേരം അത് കഴിഞ്ഞ് അച്ഛന് കൊടുത്തേക്കാന്ന് വിചാരിച്ചു. ഞങ്ങള് ഇത്രയും ചൂടിന്റെ അകത്തിരുന്നതുകൊണ്ട് പയ്യെ കഴിക്കത്തുള്ളൂ, കുളിയൊക്കെ കഴിഞ്ഞിട്ടേ കഴിക്കത്തുള്ളൂ. അങ്ങനെ നമ്മുടെ പിടിയെല്ലാം നമ്മൾ കോരി മാറ്റി കേട്ടോ. പിടി ഇങ്ങനെ കോരി മാറ്റി കഴിയുമ്പോൾ കണ്ടോ ഈ പിടി കണ്ടോ, ഈ ഉരുളി കഴിക്കാനായിട്ട് ഇവിടെ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഉരുളിക്ക് ഇങ്ങനെ ഓരോരുത്തരും പിടിവലി. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഈ ഉരുളി കഴിക്കും. അപ്പൊ ഇതിനാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ ഈ പിടിയുടെ. ഈ ഉരുളിക്കകത്ത് ഇരിക്കുന്ന ഇതില്ല, ഇത് ഇങ്ങനെ വടിച്ച് ഇത് എല്ലാം കോരി കഴിയുമ്പോൾ ഈ ഉരുളിയുടെ ഒരു പ്രത്യേക ചൂടിന്റെ അകത്ത് ഇരുന്നിട്ട് ഇതൊരു പ്രത്യേക രീതിയിലേക്ക് അങ്ങ് ഡ്രൈ ആകും. അപ്പൊ ഇതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പിടിയുടെ ടേസ്റ്റ് അല്ല, നല്ലൊരു അപാര ടേസ്റ്റ് ആണ് ഇതിന് ഈ ഒരു ഉരുളി കഴിക്കാനായിട്ട്. അത് തന്നെ. അപ്പൊ ഇതിന്റെ അകത്തേക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി ചാറും കൂടി ഒഴിച്ച് വേണമെങ്കിലും കഴിക്കാം അല്ലേ. ഉരുളി തണുക്കണം കഴിക്കാനായിട്ട്. അപ്പൊ തണുക്കുമ്പോഴത്തേക്ക് ഇതും ഇച്ചിരി ഡ്രൈ ആവും. അപ്പൊ എന്തായാലും നമ്മുടെ പിടിയുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഈസ്റ്ററിന്.
അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന്, ഈ പിടി കോഴിക്കറി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ ഈസ്റ്ററിന്റെ അല്ലേ? ഈസ്റ്ററിന്റെ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റും മറക്കരുത്. അത് നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ഒന്നുകൂടെ അങ്ങ് പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചോദിക്കരുത് തരത്തില്ല, പിടി നിനക്കില്ല. തമ്പു നല്ല ടേസ്റ്റ് അല്ലേടാ ഈ ഉരുളിക്കകത്ത് കഴിക്കാനായിട്ട് അല്ലേ? തമ്മൂന് തരത്തില്ല, തമ്മൂന് തരത്തില്ല.